എനിക്ക് ചോദിച്ച് ശല്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇതിനോട് ക്ഷമയോടുകൂടിയാണ് പെരുമാറി. അതെന്ന് പറയുന്നത് എല്ലാം പറഞ്ഞു. ഇന്ന് പാർട്ടി പാർട്ടി ആരെ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ പേര് വിളിക്കുന്നത് ഈ എന്നെ വൈശാലി. എന്തിനും ഞാൻ വൈശാലിൻ്റെ അടുത്ത് ഹെൽപ്പൊക്കെ ചോദിച്ച് ചെല്ലാറുണ്ട്, ചെയ്ത് തരാറുണ്ട് അവനെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ. പിന്നെ അമലിൻ്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചില മെലഡീസ്. അനന്യാനെ കുറിച്ച് പറയുന്നത് ടൈം പാസിൽ സംസാരിക്കാൻ പറ്റിയ ക്യാരക്ടറാണ്. അതെ. പിന്നെ വിജി പാവം സത്യസന്ധ കൃഷ്ണവേണി. രാവിട്ടുള്ളത് അവളായിരിക്കും, പക്ഷെ ആള് പാവമാണ് കേട്ടോ, മനസ്സുണ്ട്, പഞ്ചപാവം. പിന്നെ എൽസമ്മ എന്ന് പറഞ്ഞാൽ പാലക്കാരിയൊക്കെ നല്ല തങ്കപ്പെട്ട മനസ്സിലൊക്കെ. ഇന്ത്യയിലെ ഭയങ്കര റിച്ചാണ്, എല്ലാ മാസവും 1-ാം തീയതി മുതൽ എനിക്ക് വിളിക്കാനുള്ള കുട്ടിയാണ്. ഷോബു ഞാൻ പോയതിൽ സങ്കടം കൂടുതലുള്ള കുട്ടിയാണ്. ഇവിടൊക്കെ വിളിക്കുക. പിന്നെ ദിനാരാജ് എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടോടുന്ന ഒരു കുട്ടിയായിട്ട് ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ മെമ്മറിയിൽ എനിക്ക് കിട്ടിയത്. ആളിങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ, മനസ്സുകൊണ്ട് ഇപ്പോഴും കൊച്ചു കുട്ടിയാണ്. ചില സമയത്ത് ഞാൻ ഇത്തിരി ദേഷ്യ കണക്കൊക്കെ പെരുമാറുന്നതല്ല, സംസാരിക്കും. പക്ഷെ ആൾ കൂടുതൽ മെച്ചൂറായിട്ടൊന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വരുന്നത്, അല്ലാതെ വേറെ കൊണ്ടല്ല. പിന്നെ അരുൺമോഹൻ ഇദ്ദേഹം നല്ല എക്സ്പീരിയൻസ് ഉള്ള യൂസറാണ്. ഇദ്ദേഹത്തെ കുറിച്ച് ഞാനൊന്നും പറയാനില്ല. പിന്നെ അദ്ദേഹം എക്സ്പീരിയൻസ് ഉള്ള യൂസറാണെന്ന് പറയുന്നത് കുട്ടിത്തം കുറവാണ്. തമ്മിലുള്ള കുട്ടികൾ വെച്ച് പുതുതായിട്ട് വന്നതാണെങ്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തുള്ളതിൽ നല്ലൊരു ടൈമാണ്. ഞാൻ ഇദ്ദേഹത്തെ അടുത്ത്, അതായത് വൈകിട്ട് ഞാൻ ക്യാബിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മിക്കുള്ള ദിവസം ഇദ്ദേഹത്തിനെയാണ് കാണുന്നത്. ഷാര് മമ്മിയാണെങ്കിലും സ്വന്തം. അഖില നമ്മൾ ഡിന്നറിന് ശേഷം ഒരു കോഫി കുടിക്കുന്ന മിക്കുള്ള ദിവസം കാണുന്ന അഖിലേനാണ്. അഖിലെ ആളൊരു പാവമാണ്, ഞാൻ എപ്പോഴും ഓർക്കും. മുന്നേലും ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും മെച്ചൂർഡെന്ന് ഏജ് കൊണ്ട് പറയാമെങ്കിലും ആള് മനസ്സുകൊണ്ട് വളരെ കുട്ടിയാണ്. ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ ആക്ച്വലി രമ്യക്കുള്ളതാണ്. ഭവി വർക്കഹോളിക്കായിട്ട് ഞാൻ ഒരു ആളിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഭവിയാണ്. ചുമ്മാ കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം. പിന്നെ ഗോപിക വന്ന സമയത്ത് എപ്പോഴും ഒരു ദിവസം എന്തായാലും ഒരു നേരം കരയാൻ വേണ്ടി ആൾ. പക്ഷെ ഇപ്പം ഏറ്റവും ബോൾഡായിട്ടുള്ള ഒരു വ്യക്തി ഗോപികയാണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ ഓരോരുത്തരെ കുറിച്ചും പറയാൻ. എന്നെക്കുറിച്ച് ആരെങ്കിലും ഉറങ്ങുന്ന കണ്ടാൽ എല്ലാവരും എന്നെ ഓർക്കണം. സീനിയർ പേഴ്സണാണ് ഈ പ്രോജക്റ്റ് വളരെ ഇന്നൊരു പേഴ്സണാണ്. അഗെയിൻ ഹെൽപ്ഫുൾ മൈൻഡാണ്. ഇവിടെ ഉറങ്ങണം മാത്രമേ ഉള്ളൂ. അഗെയിൻ വർക്ക് വൈസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. ചെറിയ ഗ്രേ ഉണ്ടെങ്കിൽ can able to manage and any situation, even നമ്മൾ ഏതാ ഷോർട്ട് സ്വിച്ചോട്ട് സംസാരിക്കാൻ കുറച്ച് പറ്റും. അതുകൊണ്ടാണ് ഞാൻ മാത്രമല്ല സുഭാഷേട്ടൻ ഏറ്റെടുത്ത് അങ്ങനെ കൊണ്ടുവന്ന ആൾക്കാർ പൈസയും ഒരുപാട് വഴക്കി കിട്ടിയിട്ടുണ്ട്. ക്യാമറമാനിൽ വെച്ചിട്ടില്ല. ഏറ്റവും വലിയ അടിയും നമ്മളൊരു മൂത്ത സിബ്ലിങ്ങിനെ കണക്ക് നമ്മുടെ എല്ലാ മൊമെന്റിലും എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഉണ്ടായിട്ടുണ്ട്. മിസ് പിന്നെന്താണ് ഭയങ്കര ചിന്മയിലാണ്, ഉള്ളിലൊന്നും വയ്ക്കുന്നില്ല, അതിൻ്റെ കൂളായിട്ട് പോകുന്ന ഒരാളാണ്. அவங்க ஸ்டார்டிங்ல என்ன அன்னைக்கு அந்த மாதிரியே பார்த்து நான் பேச்சு மாதிரியே பார்த்துட்டேன். அப்போ ஸ்டார்டிங்ல என்ன அந்த மாதிரியெல்லாம் பார்த்து ட்ரை பண்ணிருப்பாங்க. எந்த விஷயத்தாலும் ஏதாவது தப்பே பண்ணியிருந்தாலும் அவங்க ஓட்ட போட்டு விடுவிடு அப்படி சொல்லி எல்லாமே என்கரேஜ் பண்ணுறது அவங்க தான். 3 பேர் நல்ல கொள்ளாரு
നല്ല രീതിയിൽ ടീം എന്ന് പറഞ്ഞിട്ട് അവർക്ക് നല്ല ടീമായിട്ട് ആ രീതിയിൽ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ട് നന്നായിട്ട് പ്രശ്നമായിട്ട് പോലും അത് ഡിസ്കസ് ചെയ്താൽ അങ്ങനെ ആദ്യം വലിയ കമ്പനിയൊന്നും ഇല്ലായിരുന്നു. ഇത് നമ്മൾ കഴിക്കാൻ വന്നിരുന്നതിന് ശേഷമാണ് പൈസയായിട്ട് കൂടുതൽ കമ്പനി ആവുന്നത്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മാനേജ് ചെയ്യും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഹോസ്പിറ്റൽ കാര്യമായിട്ടൊക്കെ ഒരുപാട് വീട്ടിലെ കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഓട്, പിന്നെ ഇവിടുത്തെ ജോലി ഇതെല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇത് തോന്നാറുണ്ട്. നല്ല ഒരു യൂസർ റൂമായിരുന്നു.